ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ഒരാൾ മറ്റൊരാൾക്ക് പകർന്നു നൽകുന്ന രക്തം അയാൾക്ക് സമ്മാനിക്കുന്നത് ജീവന്റെ പുതുനാമ്പാണ്. 18 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ആരോഗ്യവാനായ ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാം. ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിൽ ശരാശരി 5 ലിറ്റർ രക്തമുണ്ടാകും എന്നാണ് കണക്ക്. ഇതിൽ 350 മില്ലിലിറ്റർ രക്തം മാത്രമേ ഒരു സമയം സ്വീകരിക്കുന്നുള്ളൂ. ഇങ്ങനെ നഷ്ടമാകുന്ന രക്തം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ പുനരുത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. പരമാവധി 30 മിനിറ്റാണ് രക്തദാനത്തിന് ആവശ്യമായ സമയം. ദാനത്തിന് 3 മണിക്കൂർ മുമ്പെങ്കിലും നന്നായി ആഹാരം കഴിക്കണം. 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം നടത്തുന്നത് ആരോഗ്യകരവുമാണ്. ഇങ്ങനെ രക്തദാനം ചെയ്യുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി വളർത്തിയെടുക്കുന്നതോടൊപ്പം രക്തചംക്രമണ വ്യവസ്ഥയെ ആരോഗ്യകരമാക്കാനും ഹൃദയരോഗങ്ങൾ, തലച്ചോറിലുള്ള രക്തസ്രാവം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. ഇത്തരത്തിൽ രക്തദാനത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിഞ്ഞാൽ ലാഭേച്ഛയില്ലാതെ മറ്റൊരു ജീവന് പുതുവഴികാട്ടിയാവുകയാണ് ഓരോ രക്തദാതാക്കളും. ചെറുപ്പക്കാരടക്കം നിരവധി പേർ ഇപ്പോൾ രക്തം ദാനം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട്. രക്തദാനം മഹാദാനം, അത് ജീവന്റെ ദാനമാണ് എന്ന സന്ദേശം ഉൾക്കൊണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഇത്തരം പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് 62 രാജ്യങ്ങളിൽ മാത്രമാണ് സന്നദ്ധ രക്തദാനത്തിലൂടെ 100% രക്തത്തിന്റെ ആവശ്യകത നിറവേറ്റപ്പെടുന്നത്. 2020 എല്ലാ രാജ്യങ്ങളും ഈ നേട്ടം കൈവരിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം. ഒരു നഷ്ടവും കൂടാതെ രക്തം നൽകി നമുക്ക് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്നദ്ധ രക്തദാനം. ഇതുതന്നെയാണ് ഈ വർഷത്തെ ദേശീയ രക്തദിനാചരണത്തിന്റെ സന്ദേശവും. TCV ന്യൂസ്, തൃശൂർ.